പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കരിങ്കൽ കോറി മാഫിയകളെയും അന്യം നിന്നുപോയ മണൽ മാഫിയകളെയും നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ പച്ചപ്പിന് പിറകിൽ മറഞ്ഞിരുന്ന് പ്രകൃതി ചൂഷണം നടത്തുന്ന എസ്റ്റേറ്റ് മാഫിയകൾ ഇതിനിടയിൽ രക്ഷപ്പെടുന്നു. വയനാട് സംഹാരതാണ്ഡവമാടി ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് കൃത്യം 1 നൂറ്റാണ്ട് മുമ്പാണ് തേയിലത്തോട്ടങ്ങളുടെ ആസ്ഥാനമായ മൂന്നാർ വൻ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും നശിച്ചത്. മൂന്നാർ ഫ്ലഡിന് 50 വർഷങ്ങൾക്ക് മുമ്പ് 1880കളിലാണ് ഇടതൂർന്ന ഉഷ്ണമേഖലാ വനങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന മലനിരകളെ കണ്ണൻ ദേവൻ ടീ പ്ലാന്റേഷനു വേണ്ടി വെട്ടിത്തെളിക്കുന്നത്. സമാനമായി ഇപ്പോൾ ദുരന്തം നടന്ന ചൂരൽമലയിലും 2019 ദുരന്തം നടന്ന പുത്തുമലയിലും 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് 1980കളിലാണ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് നിർമ്മാണത്തിന്റെ ഭാഗമായി കടുത്ത വനനശീകരണം നടന്നത്. അതിവർഷമാണ് ഇതിന്റെ എല്ലാം മൂലകാരണമെങ്കിലും ഒരു ഭൂപ്രദേശം തന്നെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള അതിഭീകര ദുരന്തമായി മൂന്നാറിലെ വെള്ളപ്പൊക്കവും വയനാട്ടിലെ ഉരുൾപൊട്ടലും മാറാൻ കാരണം രണ്ടിടത്തും ഒരുപോലെയുണ്ടായ ഒരു അസാധാരണമായ പ്രതിഭാസമാണ്. അതെന്താണെന്ന് അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. അറിയാത്തവർക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. താങ്ക് യു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കരിങ്കൽ കോറി മാഫിയകളെ